ചില മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട്, മക്കളെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞു, ഉത്തരവാദിത്തം കഴിഞ്ഞു, എന്റെ കടമകൾ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കണ കുറെ പാപ്പാനിമാരെയൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞാൻ പറയാൻ കാരണം പറഞ്ഞുകൊണ്ടല്ല, നമ്മളെ മക്കളെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാലും അവരെ ഒരു പിടുത്തം നമ്മുടെ കയ്യിൽ എപ്പോഴും വേണം. കാരണം മക്കൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ സ്വന്തം വാപ്പാനോടും ഉമ്മാനോടും പറയണ ആ ഫ്രീഡം ഒന്നും ചിലപ്പോൾ അമ്മായിമാനോടോ അമ്മസക്കാനോടോ പറയാൻ കഴിയില്ല, അല്ലെങ്കിൽ വേറെ ആരോടും ഇത് പറയാൻ കഴിയില്ല. ഭർത്താവിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പീഡനോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയാ വേണ്ടാത്തത് കണ്ടാലോ പ്രതികരിക്കാനോ ഇതിനൊന്നും ചിലപ്പോൾ സാഹചര്യങ്ങൾ പറ്റൂല എന്ന് വരും. പക്ഷെ സ്വന്തം തണ്ടനോടും തള്ളനോടും പറയണ മാതിരി എന്തായാലും പറയാൻ കഴിയില്ലായിരിക്കും. പക്ഷെ ഇതൊന്നും കേൾക്കാനോ അല്ലെങ്കിൽ ഇത് അവരെ കാര്യങ്ങൾ മനസ്സിലാക്കാനോ നമ്മൾ മാതാപിതാക്കൾ ശ്രമിക്കൂല. കാരണം നീ അവിടെ എങ്ങനെയെങ്കിലും കടിച്ചു പിടിച്ച് നിൽക്ക്, അനത്രയും ഗതിയിട്ട് ബുദ്ധിമുട്ടി കെട്ടിച്ചതല്ലേ, അങ്ങനെ പോരാൻ പാടുണ്ടോ, പോന്നു കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് പറയും എന്ന് പറയും. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങളെ സ്വന്തം വാപ്പാനോടും മാനോടും പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയാ ഭർത്താവിന്റെ കയ്യിൽ നിന്നോ ഭർത്താവിന്റെ ഉമ്മാന്റെ വാപ്പാന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പീഡനങ്ങൾ സഹിക്കുന്നുണ്ടെങ്കിൽ സഡൻലി നിങ്ങൾ അവിടുന്ന് പോരണം. സഡൻലി നിങ്ങൾ പോന്നിട്ട് നിങ്ങൾ വാപ്പാനോടോ ഉമ്മാനോടോ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ അവർക്ക് പോകാൻ പറ്റില്ലെങ്കിൽ നാട്ടിൽ തെണ്ടിയിട്ടായാലും ജീവിക്കും. ഒരിക്കലും ഒരു ഭർത്താവിന്റെ പീഡനം സഹിച്ചിട്ട് ആരോടും മിണ്ടാതെ കുറെ കാലം കടിച്ചു പിടിച്ച് ജീവിച്ചിട്ട് അങ്ങനെ ജീവിക്കേണ്ട ഒരു ആവശ്യം ഇന്നത്തെ കാലത്തില്ല. ഭർത്താവ് പോയാൽ പോട്ടെ, അല്ലെങ്കിൽ ഭാര്യ പോയാൽ പോട്ടെ, അടുത്ത് വേറെ നോക്കണം. അതും അല്ലെങ്കിലും ഭർത്താവും ഇല്ലാതെ ജീവിച്ചൂടെ, സുഖമായിട്ട് ജീവിച്ചൂടെ. നമ്മുടെ സ്വന്തം ശരീരത്തിൽ എന്തെങ്കിലും അവരെ കൈകൊണ്ട് അടിക്കുമ്പോൾ എന്തെങ്കിലും മർമ്മത്ത് തട്ടിയിട്ട് എന്തെങ്കിലും സംഭവിച്ചാല് ആർക്കൊന്നും പോകാനല്ല, നമുക്കേ പോവുള്ളൂ. സ്വന്തം മക്കളെ കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ വാപ്പമാര് ശ്രദ്ധിക്കാത്തൊരു കാര്യം, മക്കളെ കെട്ടിച്ചു വിട്ടിട്ട് 10 ദിവസം അല്ലെങ്കിൽ ഒരു കൊല്ലോ 2 കൊല്ലം നിന്നിട്ട് തിരിച്ചു വരുമ്പോൾ നാട്ടിലെ ആളുകൾ എന്ത് പറയും, അയൽവാസികൾ എന്ത് പറയും, അല്ലെങ്കിൽ കുടുംബങ്ങൾ എന്ത് പറയും എന്ന് ചിന്തിച്ചിട്ട് ഒരിക്കലും നിങ്ങളെ മക്കളെ നിങ്ങൾ ഒരിക്കലും ആ ഒരു എന്താ പറയാ ഭർത്താവിന്റെ വീട്ടിലൊരു അടിമപ്പണി എടുക്കുന്ന ഒരു കോലങ്ങളാക്കാതിരിക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക. അല്ലാത്ത പക്ഷം രണ്ട് വഴിക്കായിട്ട് നാട്ടിലിറന്നും ജീവിക്കുക. ഇന്ന് ആ പെൺകുട്ടിന്റെ ഒരു കോലം എന്ന് ആലോചിങ്ങള്, സ്വന്തം ഭർത്താവിന്റെ കയ്യിൽ നിന്ന് കൊടും പീഡനം അനുഭവിച്ചിട്ട് ഇന്ന് ആ കുട്ടി നടക്കുന്ന ഒരവസ്ഥ കണ്ടങ്ങള്. ഇതൊക്കെയാണ് അവസ്ഥ. അപ്പൊ അതൊക്കെ നമുക്ക് നമ്മളെ ജീവിതത്തിൽ വരാണ്ടിരിക്കാൻ വേണ്ടി മക്കളെ കെട്ടിച്ചു വിട്ടാൽ നമ്മളെ കയ്യിൽ എപ്പോഴും ഒരു പിടിവള്ളി വേണം. സ്വന്തം തന്തക്കും തള്ളക്കും കെട്ടിച്ചു കഴിഞ്ഞാൽ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഒരിക്കലും ഒരു മാതാപിതാക്കളും മാറി നിൽക്കരുത്. ഇന്നത്തെ കാലഘട്ടം എന്നല്ല, പഴയതും അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ അന്നേ അവർ പറയുന്ന സ്വന്തമായിട്ട് തൊഴിലില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ വീട്ടിൽ അടിമപ്പണി എടുക്കണമാരൊക്കെ ജീവിക്കുന്നു. ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾ വിദ്യാഭ്യാസം കൊണ്ട് എന്തെങ്കിലുമൊക്കെ തൊഴിലെടുത്ത് ജീവിക്കും. ഭർത്താവ് വേണമെന്നൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഭർത്താവ് എന്താ പറയാ ഭർത്താവിന്റെ പീഡനം സഹിക്ക വയ്യാതെ കടിച്ചു പിടിച്ച് നിൽക്കണ മക്കളൊന്നും അന്നത്തെ കാലത്തില്ല. ഇനി അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളെ സ്വന്തം വാപ്പാടും മാടൊക്കെ പറഞ്ഞിട്ട്